Hi friends, welcome back. This is going to be the last part of your first module of appreciating poetry. In this video, we're going to discuss some of the poetic forms given in the first module of appreciating poetry. Let's get started. The first one we have lyric. Lyric is a short, highly musical poem that conveys powerful feelings. Okay, it's a ഷോർട്ട് ഹൈലി മ്യൂസിക്കൽ പോമാണെന്ന് മനസ്സിലാക്കുക. ഷോർട്ട് പോമാണ്, ഹൈലി മ്യൂസിക്കൽ ക്വാളിറ്റിയുള്ള കവിതയാണ്. ആൻഡ് ദിസ് പോം കൺവേസ് പവർഫുൾ ഫീലിങ്സ് കാണിക്കുന്ന പവർഫുൾ ഫീലിങ്സ് പറയുന്ന ഷോർട്ട് പോംസാണ് ലിറിക്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രൈവറ്റ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ ബൈ എ സിംഗിൾ സ്പീക്കർ ഒരൊറ്റ സ്പീക്കർ ഉണ്ടാവുള്ളൂ. അതിനകത്ത് നമ്മളെ ഒരു പ്രൈവറ്റ് ഇമോഷൻസ്, നമ്മുടെ സ്വകാര്യമായ ഇമോഷൻസ് പറയുന്ന കവിതകളാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവായിട്ടുള്ള കവിതകളാണ്. പ്രത്യേകിച്ചും റൊമാൻറ്റിക് പീരീഡിലൊക്കെ ആയിരുന്നു ലിറിക്ക് പോപ്പുലറായി ഇരുന്നത് എന്ന് പറയാം. ഓക്കെ, ദ പോയറ്റ് മേ യൂസ് റൈം, മീറ്റർ ഓർ അതർ ലിറ്റററി ഡിവൈസസ് ടു ക്രിയേറ്റ് എ സോങ് ലൈക്ക് ക്വാളിറ്റി. ഒരു സോങ് ലൈക്ക് ക്വാളിറ്റി ഈ കവിതയ്ക്ക് കിട്ടുന്നുണ്ട്. കവി റൈം, മീറ്റർ ആൻഡ് അതർ ലിറ്റററി ഡിവൈസൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ. ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ആൻഷ്യൻ ഗ്രീസ്. ദാറ്റ്സ് അനദർ പോയിന്റ്. ഗ്രീസിലാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഒറിജിൻ ലിറിക്കിൻ്റെ. ഇൻ ഗ്രീസ് ലിറിക് പോയട്രി വാസ് കമ്പൈൻഡ് വിത്ത് മ്യൂസിക് പ്ലേഡ് ഓൺ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് എ ലയർ. ലയർ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെയായിരുന്നു ഇത്തരം കവിത ആലപിച്ചിരുന്നത്. ആൻഡ് സോ ലിറിക് പോയട്രി റിറ്റെയിൻ സം ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് സോങ്. അപ്പോൾ ഇന്നും ലിറിക് പോയട്രിക്ക് ഒരു എലമെൻറ്റ് ഓഫ് മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, എലിജി, ഓഡ്, സോണറ്റ് ആൻഡ് ഡ്രമാറ്റിക് മോണോലോഗ് ആർ കൺസിഡേർഡ് ടു ബി ദ സബ് കാറ്റഗറീസ് ഓഫ് ലിറിക് പോയട്രി. ഇപ്പോൾ ലിറിക് പോയട്രിയുടെ സബ് കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ് എലിജിയും ഓഡ്, സോണറ്റ്, ഈ ഡ്രമാറ്റിക് മോണോലോഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ശേഷം. ഇതെല്ലാം ലിറിക്കിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന കവിതകളാണ്. അപ്പം സിംപ്ലി ഷോർട്ട് പോംസ് ആണ്. പവർഫുൾ ഫീലിങ്സ്, ഹൈലി പവർഫുൾ ഫീലിങ്സ് കൺവേ ചെയ്യുന്ന മ്യൂസിക്കൽ ക്വാളിറ്റിയുള്ള ഷോർട്ട് പോമാണ് ലിറിക് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് സിംഗിൾ സ്പീക്കറാണ് ഉണ്ടാവുക എന്നും ആലോചിക്കുക. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഓഡ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എ ലിറിക് പോം. ഓക്കെ, സബ് കാറ്റഗറി ആണെന്ന് പറഞ്ഞല്ലോ ഓഡ്. ഇറ്റ്സ് ആൾസോ എ ലിറിക് പോം പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് ആൻ ഇൻഡിവിജ്വൽ, എ തിങ്, എൻ ഈവൻറ്റ് ഓർ എൻ ഐഡിയ. ലിറിക് പോയത്തിൽ ഇൻ ഓഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന കവിതകളിൽ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു തിങ്, എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഐഡിയ, ഇതിനെ എന്തിനെങ്കിലും പ്രൈസ് ചെയ്തുകൊണ്ട് ആയിരിക്കും കവിതകൾ ഉണ്ടാവുക. ഓക്കെ, ദ പോം മേ ബി അഡ്രസ്സിങ്, അങ്ങനെ വേണമെങ്കിൽ പറയാം, മേ ബി അഡ്രസ്സിങ് ആൻ ഇൻഡിവിജ്വൽ, എ തിങ്, ആൻ ഈവൻറ്റ് ഓർ എൻ ഐഡിയ. ഓക്കെ, ആൻഡ് പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് ആൻ ഇൻഡിവിജ്വൽ, എ തിങ്, ആൻ ഈവൻറ്റ് ഓർ എൻ ഐഡിയ. അതാണ് പോയിൻ്റ്. ആൻഡ് യൂഷ്വലി ദർ ഇസ് എ ടോൺ ഓഫ് റെസ്പെക്റ്റ് എന്ന് പറയാം. എന്തിനെയാണോ പ്രൈസ് ചെയ്യുന്നത്, എന്തിനെയാണോ പുകഴ്ത്തുന്നത്, അതിനോട് ഒരു റെസ്പെക്റ്റ് കാണിച്ചുകൊണ്ടായിരിക്കും കവിത മുന്നോട്ട് പോകുന്നത്. ഒറിജിനലി ഇൻ ആൻഷ്യൻ ഗ്രീസ് ഓഡ് പോംസ് വർ ഒറിജിനലി പെർഫോംഡ് പബ്ലിക്കലി ടു സെലിബ്രേറ്റ് അത്ലറ്റിക് വിക്ടറീസ്. പഴയ കാലത്ത് ഒറിജിൻ ചെയ്ത സമയത്ത് ഇങ്ങനെയായിരുന്നു ഈ ഓഡ് കവിത ഉപയോഗിച്ചിരുന്നത്. ഈ അത്ലറ്റിക് വിക്ടറി ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, അത്ലറ്റിക്സിൽ വിജയിക്കുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്തിരുന്ന കവിതയായിരുന്നു ഈ ഓഡ്. ലേറ്റർ ദിസ് പോയറ്റിക് ഫോം വാസ് ഫേവേർഡ് അമംഗ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്സ് who used odes to express emotions using rich descriptive language. അപ്പം ഓഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് റൊമാൻറ്റിക്സാണ്. അവർ നല്ല ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്, റിച്ച് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഓഡ് ഉപയോഗിച്ചിരുന്നു. എക്സാമ്പിൾസ് നമ്മുടെ സിലബസിൽ തന്നെയുള്ള ഓഡ് ടു എ സ്കൈലാർക്ക്, ഷെല്ലിയുടെ. അവിടെ സ്കൈലാർക്കിനെയാണ് പ്രൈസ് ചെയ്യുന്നത്. ആൻഡ് ഓഡ് ടു ഓട്ടം, ദാറ്റ് ഈസ് Keats' poem, Ode to Autumn. In that poem, the season autumn is glorified or praised. Okay. And next we have sonnet. A sonnet is a lyric of 14 lines written in a single stanza. 14 വരികളുള്ള ഒറ്റ സ്റ്റാൻസയിൽ എഴുതിയിട്ടുള്ള കവിതയാണ് സോണറ്റ്. ഇറ്റ്സ് ആൾസോ എ ലിറിക് പോം.
ദർ ആർ 2 types of sonnets in English. 2 തരം സോണറ്റ്സ് ഉണ്ട്. അത് ഒന്ന് പെട്രാർക്കൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ സോണറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ടൈപ്പ്. രണ്ടാമത്തത് ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി പെട്രാർക്കനാണ്. ഒന്നുകിൽ പെട്രാർക്കൻ എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റാലിയൻ. ദ നെക്സ്റ്റ് കാറ്റഗറി എയ്തർ യു ക്യാൻ സേ ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ, അങ്ങനെ വിളിക്കാൻ പറ്റുന്ന മറ്റൊന്ന്. ഇവിടെ ഡിഫറൻസ്, പെട്രാർക്കൻ സോണറ്റ്സ് നമുക്ക് സിംഗിൾ സ്റ്റാൻസ ആണെങ്കിൽ ആ സ്റ്റാൻസയെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. പെട്രാർക്കൻ സോണറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഡിവൈഡ്സ് ദ 14 ലൈൻസ് ഇൻ ടു 2 സെക്ഷൻസ്. അതിനകത്തുള്ള 14 വരികളാണ് സാധാരണ എല്ലാ സോണറ്റ്സിലുള്ളത്. ഈ പെട്രാർക്കനിൽ 14 നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒരു 8 ലൈൻസ് വരുന്ന ഒരു സെക്ഷൻ, 8 ലൈൻ സ്റ്റാൻസ, നമ്മളതിനെ വിളിക്കുന്നത് ഒക്ടേവ് എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ഒക്ടേവ്. അതിൻ്റെ റൈം സ്കീം ABBA. സിമ്പിളാണ്. പെട്രാർക്കൻ സോണറ്റ് ഓർക്കുക. ഇവിടെ ഇങ്ങനെ 2 ആദ്യവും അവസാനം എ വരുന്ന 2 പെയർ എന്ന് ആലോചിച്ചാൽ മതി. ഒരു പെയർ ABBA, അഗെയിൻ ABBA. ഓക്കെ, 2 സൈഡിലും എ ആണ്, സെൻട്രലിൽ 2 ബി. ഇതാണ് അതിൻ്റെ ഫസ്റ്റത്തെ 8 ലൈനിൻ്റെ റൈം സ്കീം വരുന്നത് പെട്രാർക്കൻ്റെ. പിന്നെ അവസാനത്തെ 6 ലൈൻ അങ്ങനെ വരുന്നത്, അതിനെ സെസ്റ്ററ്റ് എന്ന് നമ്മൾ വിളിക്കും. അതിന് ഒന്നുകിൽ CD അങ്ങനെ പോവും, CD അല്ലെങ്കിൽ CDE എന്ന് വരും. ഓക്കെ, അപ്പം പെട്രാർക്കൻ സോണറ്റ്സ് 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിന് നമ്മൾ ഒക്ടേവ് എന്നും സെക്കൻഡ് പാർട്ടിനെ സെസ്റ്ററ്റ് എന്നും. ഫസ്റ്റ് പാർട്ട് 8 ലൈൻ ഒക്ടേവ്, 6 ലൈൻ സെസ്റ്ററ്റ്, അറ്റ്ലീസ്റ്റ് അത് ഓർക്കുക. ആൻഡ് ഷേക്സ്പീരിയൻ സോണറ്റ് ആണ് നമ്മുടെ സിലബസിനകത്തൊക്കെ 2ഉം കൊടുത്തിട്ടുണ്ട്. എനിവേ ഷേക്സ്പീരിയൻ സോണറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ റൈം സ്കീം ഓർത്ത് വെക്കുക, സിമ്പിളാണ്. AB CD EF GG. ദിസ് ഈസ് ദ ഷേക്സ്പീരിയൻ സോണറ്റ്സ് റൈം സ്കീം. ഇതിൻ്റെ ഫസ്റ്റ് 12 ലൈൻസിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 12 ലൈൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 ക്വാട്രെയിൻസ്. ക്വാട്രെയിൻസ് മീൻസ് 4 എന്നുള്ള അർത്ഥം. 4 വരി വരുന്ന 3 സെക്ഷൻസ്. സോ 12 വരിയായി. അവസാനത്തെ 2 വരിയെ നമ്മൾ കപ്ലെറ്റ് എന്നും പറയും. ഓക്കെ, കപ്ലെറ്റാണ് GG എന്ന് പറയുന്ന അവസാനത്തെ സംഭവം. ദിസ് ഈസ് വാട്ട് ഷേക്സ്പീരിയൻ സോണറ്റ് ഈസ്. ദ നെക്സ്റ്റ് വി ഹാവ് Ballad. Ballad was originally a dancing song, but now it means a short story in verse. ഓക്കെ, ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു ഡാൻസിങ് സോങ് ആയിട്ട് വന്ന ഒരു ജോൺറയാണ്. പിന്നീട് ഇറ്റ് ബിക്കെയിം ഷോർട്ട് സ്റ്റോറി ഇൻ വേഴ്സ്, കവിതയിലൂടെ പറയുന്ന ഒരു കുഞ്ഞി കഥ. ഓക്കെ, ഒരു സ്മോൾ നെറേറ്റീവ് ഫോമാണ് എന്ന് പറയാം ബാലഡ്. ഒരു കുഞ്ഞ് സ്റ്റോറി നമ്മൾ ഈ ഒരു കവിതയിലൂടെ പറയും. ദാറ്റ് ഇസ് വാട്ട് ബാലഡ്. ആൻഡ് ഇറ്റ് ഹാസ് എ സിംഗിൾ ഇൻസിഡൻസ്. ആ കഥയിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ സംഭവം, സിംഗിൾ ഇൻസിഡൻറ്റ്. ആൻഡ് യൂഷ്വലി റിട്ടൺ ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ബാലഡ് യൂഷ്വലി റിട്ടൺ ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ഓക്കെ, ദി നാരറ്റീവ് ഈസ് ജനറലി ഡെവലപ്ഡ് ബൈ മീൻസ് ഓഫ് ഡയലോഗ്. കുറച്ച് ഡയലോഗ്സും ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് സാധാരണ ബാലഡിൽ. ദാറ്റ് യു ക്യാൻ സീ ഇൻ ലാബൽ ഡാംസ് ആൻഡ് മേഴ്സി എന്ന് പറഞ്ഞ കവിത നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ നമുക്ക് ആ ഒരു ഡയലോഗ്, നൈറ്റ് പറയുന്ന വേർഡ്സ് നൈറ്റ് പറയുന്നതായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് ആണ് ഫസ്റ്റ് സിംഗിൾ പേഴ്സൺ നരേറ്റീവിൽ തന്നെയാണ് അതിനകത്ത് പറയുന്നത്. ലാബൽ ഡാംസ് ആൻഡ് മേഴ്സി എന്ന് പറഞ്ഞ കവിത നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ സോ എ ബ്യൂട്ടിഫുൾ ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ നൈറ്റ്. അപ്പോൾ അതൊരു ഡയലോഗാണ്. ദെൻ നെക്സ്റ്റ് dramatic monologue. Dramatic monologue is a type of poetry written in the form of a speech of an individual character. That is what dramatic monologue. അപ്പോൾ മോണോലോഗ് എന്ന് പറയുന്ന ആ മോണോലോഗ് എന്നുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന്, ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നുണ്ട്. 2 ആളുള്ള സ്പീക്കിങ്ങിന് നമ്മൾ ഡയലോഗ് എന്നാണല്ലോ പറയുന്നത്. മോണോ മീൻസ് സിംഗിൾ. അപ്പോൾ ഒരൊറ്റ സ്പീക്കറുടെ, ഒരൊറ്റ ആളുടെ ലോഗാണ് മോണോലോഗ്, ഒരാളുടെ സംസാരം. ഡ്രമാറ്റിക് മോണോലോഗ് ഈസ് എ ടൈപ്പ് ഓഫ് പോയട്രി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ സ്പീച്ച്. ഒരൊറ്റ ക്യാരക്ടറുടെ ഒരു സ്പീച്ചായിരിക്കും ഇത്. ആൻ ഇൻഡിവിജ്വൽ ക്യാരക്ടറിൻ്റെ സ്പീച്ചായിരിക്കും ഒരു കവിത. ഓക്കെ, ഡ്രമാറ്റിക് മോണോലോഗ് ഈസ് എ ടൈപ്പ് ഓഫ് പോയട്രി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ സ്പീച്ച് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറുടെ സ്പീച്ചാണ് മോണോലോഗ്. ദ പോം ഈസ് അഡ്രസ് ടു സംവൺ. അപ്പോൾ ഈ ഒരു കവിത ഒരു ഡ്രമാറ്റിക് ആവുന്നത് എങ്ങനെയാണ്? ഒരാളെ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ അതെങ്ങനെ ഡ്രമാറ്റിക് ആവുന്നത് എന്ന് ചോദിച്ചു. ഒരു നാടകീയത വരുന്നത് അതിനകത്തൊരു ലിസണറുടെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ,
the poem will be addressed to someone whose presence and what they say is understood by the clues given by the speaker. അപ്പം ഇവിടെ ഒരാളെ കവിത അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ലിസണർ ഉണ്ടാവും എന്നർത്ഥം. ആ ഒരു ലിസണറുടെ പ്രസൻസ് റീഡേഴ്സിന് മനസ്സിലാകുന്നത് ഈ സ്പീക്കർ നൽകുന്ന ചില ക്ലൂകളിൽ നിന്നാണ്. സ്പീക്കർ നൽകുന്ന ചില ക്ലൂകളിൽ നമുക്ക് മനസ്സിലാവും ആരാണ് ലിസണർ എന്നുള്ളതൊക്കെ. ഓക്കെ, സോ വി ഹാവ് ആൻ എക്സാമ്പിൾ ഹിയർ. My last lectures, this is there in your syllabus, so you can understand what this dramatic monologue is. Next we have Elegy. An elegy is a sad poem usually written to praise and express sorrow for someone who is dead. മരിച്ച ഒരു വ്യക്തിയിൽ വിലപിച്ചുകൊണ്ട് അതിൽ ദുഃഖിച്ചുകൊണ്ട് എഴുതുന്ന കവിതയാണ് എലിജി. വിലാപക്കാവ്യം എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ മലയാളത്തിൽ. ഓക്കെ, so it's a sad poem, simple. Elegy is a sad poem usually written to praise and express sorrow for someone who is dead. മരിച്ച ഒരാളിൽ സോറോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളെ പ്രൈസ് ചെയ്യാൻ, പുകഴ്ത്താൻ വേണ്ടിയിട്ടൊക്കെ എഴുതുന്ന കവിതയാണ് എലിജി. ഓക്കെ, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് എലീഗസ് എന്നൊക്കെ ആലോചിച്ച് നോക്കുക. എ സോങ് ഓഫ് ബെറീവ്മെൻറ്റ് സങ് വിത്ത് എ ഫ്ലൂട്ട്. ആദ്യം ഇത് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു, ഈ ഒരു ഫ്ലൂട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഫ്ലൂട്ടും ഇത് അക്കമ്പനി ചെയ്തിട്ടായിരുന്നു ഈ ഒരു കവിത ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദിസ് കൈൻഡ്സ് ഓഫ് പോംസ് വർ സങ് ഇൻ ഏർലിയർ ടൈംസ് ഇൻ ഗ്രീക്ക്. മനസ്സിലാക്കുക, ബ്രീഫ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ദുഃഖം. ആ ഒരു സമയത്ത് ഈ ഒരു ഫ്ലൂട്ടൊക്കെ വെച്ച് പാടിയിരുന്നൊരു പാട്ടായിരുന്നു മുമ്പ്. അങ്ങനെയാണ്, അതിൽ നിന്നാണ് ഈ എലിജി ഉണ്ടാകുന്നത്. എലിജിയുടെ ഒരു സബ് കാറ്റഗറിയാണ് പാസ്റ്ററൽ എലിജി എന്ന് പറയും. പാസ്റ്ററൽ എലിജി is a distinct kind of elegy in which both the speaker and the person who is mourned are shepherds. പാസ്റ്ററൽ എലിജിയിൽ ഈ സ്പീക്കർ ഒരു ആട്ടിടനായിട്ടാണ് പ്രത്യക്ഷപ്പെടുക, ഒരു ഷെപ്പേർഡായിട്ട്. അവിടെ മരിച്ച ഒരാളുണ്ടാവുമല്ലോ, മരിച്ച ഒരാളെ പ്രൈസ് ചെയ്തിട്ടാണ് എലിജി വരുന്നത്. ആ മരിച്ച വ്യക്തിയെയും ഒരു ആട്ടിടയനായിട്ട് അല്ലെങ്കിൽ ഷെപ്പേർഡായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത വരിക. ഓക്കെ, ഇവിടെ മിൽട്ടൻ്റെ ലിസ്ഡസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്ററൽ എലിജിയുടെ എക്സാമ്പിളാണ്. മെമ്മറി ഓഫ് WB നമ്മുടെ സിലബസിലുണ്ട്. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എലിജി, നോട്ട് പാസ്റ്ററൽ എലിജി. നെക്സ്റ്റ് വി ഹാവ് എ ഹൈക്കു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഷോർട്ട് ഫോം പോയട്രി ഒറിജിനലി ഫ്രം ജപ്പാൻ. അപ്പോൾ ഒരു ജാപ്പനീസ് പോയറ്റിക് ഫോമാണ് ഹൈക്കു എന്ന് മനസ്സിലാക്കുക. ഒറിജിനലി ഇറ്റ് വാസ് ഹൊക്കു, ബട്ട് ഫ്രം ദി 19th century ഇറ്റ് ബിക്കെയിം ഹൈക്കു. ആദ്യം ഇതിനെ ഹൊക്കു എന്നുള്ള പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടത്. 19th century ആയപ്പോഴേക്കാണ് ഹൈക്കു എന്നുള്ള പേരിലേക്ക് അത് ഇവോൾവ് ചെയ്ത് വരുന്നത്. ഈ കവിത ആകെ 3 വരി ഇതിനകത്തുള്ളൂ. ദ പോം കൺസിസ്റ്റ് ഓഫ് 3 ഷോർട്ട് ലൈൻസ്, ഹൈക്കു. ഓക്കെ, അത് റൈം ഒന്നും ഉണ്ടാവില്ല, റൈം സ്കീമൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്ത 3 വരി. ഇൻ ദ 16th century ഇറ്റ് ഹാഡ് 17 syllables. 3 വരിയിൽ ടോട്ടൽ ഉള്ളത് 17 syllables ആയിരുന്നു മുമ്പൊക്കെ എന്ന് മനസ്സിലാക്കുക. 16ാം നൂറ്റാണ്ടിൽ സ്ട്രിക്റ്റ് റൂൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് ടോട്ടൽ 3 വരി, അതിൽ 17 syllables. 5 each in first and third lines and 7 in second lines. 5 വരികൾ ഒന്നാമത്തെയും 5 syllables ഒന്നാമത്തെയും മൂന്നാമത്തെയും വരികളിലും സെൻറ്ററിലെ മിഡിലുള്ള വരിയിൽ 7, സെക്കൻഡ് ലൈനിൽ 7 സിലബിളായിരുന്നു ഉണ്ടായിരുന്നത്. ദിസ് ഫോം ഓഫ് പോയട്രി ഈസ് ഐഡിയൽ ഫോർ എക്സ്പ്രസിങ് എ സിംഗിൾ തോട്ട്, ഒരൊറ്റ തോട്ട്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, ഒറ്റ തോട്ട് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ സൂട്ടബിളായ പോയറ്റിക് ഫോമാണ് ഹൈക്കു. ദെൻ ടാങ്ക, ദാറ്റ്സ് another, that's also from Japan. It's again Japanese poem in 5 lines. Hiku 3 line, Tanka 5 line, both from Japan. Giving a complete picture of an event or mood. ഒരു ഈവൻറ്റിൻ്റെ സിംഗിൾ തോട്ടല്ല, ഒരു ഈവൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു മൂഡിൻ്റെ കംപ്ലീറ്റ് പിക്ചർ ഒരു 5 വരിയിലേക്ക് ഒതുക്കി മാക്സിമം ചുരുക്കി പറയുന്ന കവിതയാണ് താങ്ക എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 lines of 5, 7, 5, 7 and 7 5, 7, 5, 7 and 7 syllables for a total of 31 syllables. ഓക്കെ, നമ്മുടെ ഹൈക്കു വരുന്ന സമയത്ത് 17 സിലബിളായിരുന്നു എന്ന് ഓർക്കാം. ടാങ്കയിൽ ടോട്ടൽ 31 സിലബിൾസാണുള്ളത്. അത് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റിൽ
ലൈനിൽ 5 എണ്ണം, സെക്കൻഡ് 7, തേർഡിൽ 5, പിന്നെ ഒരു 2 7 വരുന്ന ലൈനാണുള്ളത്. അങ്ങനെ 31 syllables in total. If a couplet is added to a haiku, it becomes a tanka. ഹെയ്ക്കു കവിത 3 വരിയുള്ളത്, അതിലേക്കൊരു കപ്ലറ്റ്, ഹെയ്ക്കു വരിയുടെ ഇതിനകത്തുള്ള സിലബിൾ ഇങ്ങനെയാണല്ലോ ഹെയ്ക്കുവിൽ 5 സിലബിൾ, ഫസ്റ്റ്, സെക്കൻഡിൽ 7, തേർഡിലും 5, അതിൻ്റെ കൂടെ 7 സിലബിളുള്ള 2 വരി, അത് കപ്ലറ്റ് എന്നുള്ളത് 2 വരി എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരു കപ്ലറ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? താങ്ക കിട്ടും. നെക്സ്റ്റ് വിലനൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിലനൽ. വിലനൽ ആൾസോ നോൺ ആസ് വിലനസ്ക്, വിലനസ്ക് എന്നും ഇതിനെ പറയാറുണ്ട്. ഇറ്റ്സ് എ ലിറിക്കൽ പോം ഓഫ് 19 ലൈൻസ് വിത്ത് ഓൺലി 2 റൈംസ് ത്രൂ ഔട്ട്. 19 വരെയുള്ള ഒരു ലിറിക് പോമാണ് വിലനൽ. അതിനകത്ത് 2 റൈമേ ആകെ ഉണ്ടാവുള്ളൂ. ഒരു എൻഡിങ് സൗണ്ട് 2 എണ്ണം മാത്രമാണ് ത്രൂ ഔട്ട് കവിതയിൽ വരുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 tercets ഫോളോഡ് ബൈ എ quatrain. ടോട്ടൽ 5 tercet. tercet മീൻസ് 3 വരികളുള്ള സ്റ്റാൻസയാണ്, 3 വരികളുള്ള സ്റ്റാൻസയും പിന്നെ ഒരു അവസാനത്തെ ഒരു 4 വരിയുള്ള സ്റ്റാൻസയും. അങ്ങനത്തെ 3 × 5 15, ദെൻ അവസാനം ഒരു 4 വരി, സോ 19. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻസ സ്ട്രക്ചർ. ദ ഫസ്റ്റ് and third lines of opening tercet are repeated alternately in the last lines of the succeeding stanzas. Then in final stanza the refrain serves as the poem's 2 concluding lines. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻസ്, ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള ഓപ്പണിംഗ് ടേഴ്സെറ്റ് എന്ന് പറഞ്ഞാൽ, ഓപ്പണിംഗ് ടേഴ്സെറ്റ് എന്ന് പറഞ്ഞാൽ 3 വരിയുള്ള ഒന്നാമത്തെ സ്റ്റാൻസ, അതിനകത്തുള്ള ഫസ്റ്റും തേർഡും ലൈന് റിപ്പീറ്റ് ചെയ്യും ഒന്നിടവിട്ട്, ആണ് അൾട്ടർനേറ്റ്ലി ഇൻ ദ ലാസ്റ്റ് ലൈൻസ് ഓഫ് സക്സീഡിങ് സ്റ്റാൻസ. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന എല്ലാ സ്റ്റാൻസയുടെയും അവസാനത്തെ വരിയിൽ ഈ ഒന്നാമത്തെ സ്റ്റാൻസയിൽ കൊടുത്ത ഒന്നാമത്തെയും മൂന്നാമത്തെയും വരി ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു വരി അടുപ്പിച്ച് വരും അവസാനത്തെ സ്റ്റാൻസയിൽ. അതായിരിക്കും കവിതയുടെ എൻഡിങ് ലൈൻസ് ആയിട്ട് വരുന്നത്. അത് ഉദാഹരണം സിമ്പിളായിട്ട് ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ള കവിതകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവിടെ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന ഫസ്റ്റത്തെ ടേഴ്സെറ്റിൻ്റെ ഒന്നാമത്തെ വരി. അതിൻ്റെ മൂന്നാമത്തെ വരിയാണ് റേജ് റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ അതിൽ പിന്നീട് വരുന്ന എല്ലാ സ്റ്റാൻസയിലും ഒന്നിടവിട്ടിട്ട് ആ വരി റിപ്പീറ്റ് ചെയ്യുന്ന കാണാം. അത് ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാൻസ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ളതാണ് ആ സ്റ്റാൻസയുടെ അവസാനത്തെ വരി. അത് കഴിഞ്ഞ് അതിൻ്റെ അടിയത്തെ സ്റ്റാൻസയിൽ റേജ് റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ വരി. പിന്നത്തെ സ്റ്റാൻസയിൽ വരുമ്പോൾ വീണ്ടും ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ളതാണ് ആ സ്റ്റാൻസയുടെ അവസാനത്തെ വരി. അതിൻ്റെ അടിയിൽ വീണ്ടും റേജ് റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ നൈറ്റ് എന്നുള്ളത് വീണ്ടും അതിൻ്റെ അവസാനം വരി. ഈ 2 വരിയും അടുപ്പിച്ച് ലാസ്റ്റ് സ്റ്റാൻസയിൽ വരും. അതാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഓക്കെ, ഇതാണ് വിലനൽ അല്ലെങ്കിൽ വിലനസ്ക് എന്ന് പറയുന്ന സംഭവം. നെക്സ്റ്റ് വി ഹാവ് mock epic or mock heroic. It's a satirical poem that parodies classical heroic epics. It copies the style of epic to talk about unimportant things or people. ഇത് ക്ലാസിക്കൽ എപ്പിക്സ് ഉണ്ട്, നമ്മൾ ഭയങ്കര മഹത്തായ കാവ്യങ്ങളായിട്ട് കണക്കാക്കുന്ന ക്ലാസിക്കൽ വർക്ക്സുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ സ്റ്റൈല് പാരഡി ചെയ്യുക. ദാറ്റ് മീൻസ് അതിൻ്റെ സ്റ്റൈൽ എടുത്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ സ്റ്റൈലിൽ പറയാം. അപ്പോഴാണ് ഒരു സറ്റയർ ആവുന്നത്. ഓക്കെ, ഒരു ആക്ഷേപ ഹാസ്യ രൂപത്തിലാണ് ഈ ഒരു കവിത ഉള്ളത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ദി റേപ്പ് ഓഫ് ദി ലോക്ക് എന്നുള്ളത്. എപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് സ്റ്റുഡൻസൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻസൊക്കെ സാധാരണ പഠിക്കുന്ന ഹോമറുടെയൊക്കെ ഇലിയഡ്, ഒഡീസി പോലെയുള്ള വർക്കുകൾ. ഇപ്പോൾ നമ്മളെ ഒരുപാട് ഇന്ത്യൻ എപ്പിക്സ് ഉണ്ട്, നമുക്കറിയുന്ന രാമായണം, മഹാഭാരതമൊക്കെ പോലുള്ള ഇത്തരം വർക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റൈൽ എടുത്തിട്ട് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക ആണ്. സോ ദിസ് ഈസ് യൂസ്ഡ് ഫോർ satirical purpose. Okay. Next we have Jintishi. It is a Chinese poetic form which literally means
മോഡേൺ ഫോം പോയട്രി. ഈ ചിന്തിഷി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ശരിക്കും ഇതായിരുന്നു കേട്ടോ. ഇത് വരുന്ന സമയത്ത് മോഡേൺ ഫോം പോയട്രി എന്നുള്ളത് ചൈനീസാണ് സംഭവം. ഓക്കെ, ഇറ്റ് ബിലോങ്സ് ടു ചൈന. ഇറ്റ് ഇവോൾവ്ഡ് ഇൻ 5th century, 5ാം നൂറ്റാണ്ടിലാണ് ഇത് ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇറ്റ് ഹാസ് 8 lines in 4 couplets. ഓക്കെ, ടോട്ടൽ കവിതയിൽ 8 വരിയേ ഉള്ളൂ. ചിന്തിഷിയിലും 8 വരെയാണ് ടോട്ടലുള്ളൂ. അത് കപ്ലറ്റായിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് റൈം ചെയ്യുന്ന, ഈക്വലി റൈം ചെയ്യുന്ന 2 വരികൾ. ഉദാഹരണം ബ് സൗണ്ടിൽ അവസാനിക്കുകയാണെങ്കിൽ 2 വരി ബിയിൽ അവസാനിക്കുന്നു. അങ്ങനെ വേറെ സൗണ്ട് ആയിരിക്കും. പിന്നെ അത് അടുത്ത വരിക ഇപ്പോൾ സി സൗണ്ടിൽ അവസാനിക്കും, 2 സി സി. അങ്ങനെ കപ്ലറ്റുകളാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള 4 കപ്ലറ്റ്. ദാറ്റ് മീൻസ് 4 + 4 8 വരി മൊത്തം. ഇറ്റ്സ് കോമൺ തീംസ് ആർ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്. കോമൺ തീം ഹിസ്റ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിരുന്നു. നെക്സ്റ്റ് വി ഹാവ് ഗസൽ. ഇറ്റ് ഈസ് എ 7th century Persian poetic form which has its origin in Arabic poetry. ഗസൽ നമ്മൾ പാട്ട് രൂപത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാറുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഒറിജിനലി ഫോംസ്. ഓക്കെ, കവിതകളായിരുന്നു അത്. അപ്പം പേർഷ്യൻ അതിലാണ് ഈ ഗസൽ പോയട്രി ഒറിജിൻ ചെയ്യുന്നത്. ആൻഡ് അവിടേക്ക് വരുന്നത് അറബിക് ഭാഷയിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് കപ്ലെറ്റ്സ്. കപ്ലറ്റ് ഈസ് കാൾഡ് എഷർ. അപ്പോൾ ഇതും കപ്ലറ്റ് രൂപത്തിലാണ്. നമ്മുടെ ചിന്തിഷിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കപ്ലറ്റിലായിരുന്നു കവിത വരുന്നത്. കളക്ഷൻ ഓഫ് കപ്ലറ്റ്സ് ആണ്. ആ കപ്ലറ്റിനെ ഷെർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഷെർ. എ ഗസൽ മേ ഹാവ് 6 to 7 ഷെർസ്. അപ്പോൾ ഇങ്ങനത്തെ 6 മുതൽ 7 വരെ ഷെർസ് ഉണ്ടാവാം. അപ്പം 6 ഷെറാണെങ്കിൽ 6 + 6 ആയിരിക്കും വരിക, 12 lines ആയിരിക്കും. 7 ആണെങ്കിൽ 14 lines ഉണ്ടാവും. കപ്ലറ്റാണ്. ആൻഡ് ഈച്ച് ഷെർ ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് ഐഡിയ. അപ്പോൾ ഓരോ കപ്ലറ്റിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഐഡിയ പറയും. ആ കപ്ലറ്റിൽ പറഞ്ഞ കാര്യം ആയിരിക്കില്ല രണ്ടാമത്തെ, അതിൻ്റെ തുടർച്ചയല്ല രണ്ടാമത്തെ കപ്ലറ്റിൽ വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കവിതയത്തിൻ്റെ ഒരു രീതി. ആൻഡ് ഗസൽ മെയിൻലി സ്പീക്ക് ഓഫ് ലവ് ആൻഡ് സഫറിങ്. സാധാരണ ഇതിൻ്റെ തീം ലവ് അല്ലെങ്കിൽ സഫറിങ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് കവിത പറയുന്നത്. നെക്സ്റ്റ് Rubai. Rubai, it is a Persian verse form again, like Ghazal, Persian verse form. Rubai is the Arabic term for quatrain. അറബിക് വേർഡാണ് റുബായ്. ഇത് അറബിക് വേർഡാണ്. ക്വാർട്രെയിൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്വാർട്രെയിൻ എന്ന് പറഞ്ഞാൽ 4 വരികളുള്ള സ്റ്റാൻസ. ഓക്കെ. ആൻഡ് റുബായത്ത് എന്നുള്ളത് അതിൻ്റെ പ്ലൂറൽ ഫോമാണ്. റുബായത്ത് ഈസ് ദ പ്ലൂറൽ ഓഫ് റുബായ് ആൻഡ് മീൻസ് എ കളക്ഷൻ ഓഫ് ക്വാർട്രെയിൻസ്. അപ്പം റുബായത്ത് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്വാർട്രെയിൻസ് ആണ്, അതിൻ്റെ പ്ലൂറലാണ്. ഓൾ ദ ലൈൻസ് എക്സെപ്റ്റ് ദ തേർഡ് ഇൻ എ ക്വാർട്രെയിൻ റൈം വിത്ത് വൺ അനദർ. ഓൾ ദ ലൈൻസ് എക്സെപ്റ്റ് ദ തേർഡ്. അപ്പോൾ ഈ ഒരു ക്വാർട്രെയിനിലുള്ള എല്ലാ വരിയും മൂന്നാമത്തെ വരി ഒഴികെ റൈം വിത്ത് വൺ അനദർ. സെയിം ആയിരിക്കും റൈം. ഇപ്പോൾ 4 വരി ഉണ്ടെങ്കിൽ ഒന്നാമത്തെ വരി ഇതിൽ വരുന്ന റൈം എ ആണെങ്കിൽ 2ഉം എ ആയിരിക്കും, 3 അല്ല, 3 വേറെ ആയിരിക്കും. എഗെയിൻ 4ഉം എ. അങ്ങനെ ആണ് അതിൻ്റെ റൈം വരുന്നത് എന്നാണ് പറയുന്നത്. റുബായത്ത് ബൈ ഒമർ ഖയ്യാം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഓഫ് ദിസ് വേഴ്സ് ഫോം. ഈ കവിതയുടെ ഏറ്റവും പോപ്പുലറായിട്ട് കവിത എഴുതിയത് ഉമർ ഖയ്യാമാണ്. ഇറ്റ്സ് എ വെരി ഓൾഡ് പോയറ്റ്, പേർഷ്യൻ പോയറ്റ്. Next, what is prose poetry? It's a type of poetry that looks like a prose piece in paragraphs. It contains some features of poetry like rhythm, meter, imagery, figures of speech, etc. അപ്പോൾ പ്രോസ് രൂപത്തിൽ എഴുതുന്ന കവിത അത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ടൈപ്പ് ഓഫ് പോയട്രി ദാറ്റ് ലുക്സ് ലൈക്ക് എ പ്രോസ്. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോയട്രി ദാറ്റ് ലുക്സ് ലൈക്ക് എ പ്രോസ് പീസ് ഇൻ പാരഗ്രാഫിൽ എഴുതിയ പ്രോസ് പീസ് പോലെയാണ് കവിത ഉണ്ടാവുക. എന്നാൽ ഇത് കവിതയാകുന്നത് കവിതയിൽ ഉപയോഗിക്കുന്ന ടേംസ്, ലിറ്റററി ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രോസാന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു റൈറ്റിംഗ് ഫോമിൽ റിതം, മീറ്റർ, ഇമേജറി, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇത്തരം സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. അതോടുകൂടി അതെന്താവുന്നു, അതിനൊരു പോയിറ്റിക്കാലിറ്റി കിട്ടുന്നു. ദാറ്റ് ബിക്കംസ് എ പോം. Two notable writers of prose poetry are എഡ്ഗർ അലൻ പോ ആൻഡ് വാൾട്ട് വിറ്റ്മാൻ. ഇവരാണ് മെയിൻ ആയിട്ട് ഉള്ള ഈ ഒരു പ്രോസ് പോയട്രി യൂസ് ചെയ്ത
റൈറ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെ സിലബസിൽ തന്നെ വരുന്ന ചാൾസ് ബോഡ്ലെയുടെ ബി ഡ്രങ്ക് പ്രോസ് പോയട്രിക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ്, നരേറ്റീവ് പോയട്രി. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോയട്രി വിച്ച് ടെൽസ് എ സ്റ്റോറി. സിമ്പിളാണ്. നരേറ്റീവ് പോയട്രി മീൻസ് കൈൻഡ് ഓഫ് പോയട്രി വിച്ച് ടെൽസ് എ സ്റ്റോറി. അതാണ് ഏറ്റവും സിമ്പിൾ എൻ്റെ ഡെഫിനേഷൻ. ആൻഡ് റിട്ടൺ ഇൻ പോയറ്റിക് ഫോം ഇറ്റ് ഹാസ് ക്യാരക്ടേഴ്സ്, പ്ലോട്ട്, സെറ്റിംഗ് ആൻഡ് ഡയലോഗ്. സംടൈംസ് ഇതിൽ ക്യാരക്ടേഴ്സും പ്ലോട്ട്, സെറ്റിംഗ്, സാധാരണ നാടകങ്ങളിലും നോവലിലോ കാണുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സ്, ഒരു കഥ ഉണ്ടാവും, പ്ലോട്ട് ഉണ്ടാവും, ഒരു സെറ്റിംഗ് ഉണ്ടാവും, അതുപോലെ ഒരു ഡയലോഗ്സ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോയട്രി വിച്ച് ടെൽസ് എ സ്റ്റോറി. ഇറ്റ്സ് എ പോയട്രി വിച്ച് ടെൽസ് എ സ്റ്റോറി എന്ന് ആലോചിച്ച് വെക്കാം. ഔട്ട് ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ. ഈ ഒരു കവിത അതിൻ്റെ ഉദാഹരണമാണ്. Performance poetry, what is that? It's a type of poetry which is specifically composed for a performance before an audience. പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി എഴുതുന്ന, പ്രത്യേകം അതിനു വേണ്ടി എഴുതുന്ന കവിതകളാണ് പെർഫോമൻസ് പോയട്രി എന്നുള്ളത്. ഇത് പ്രിൻ്റ് ചെയ്ത് ആളുകൾ വായിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ലക്ഷ്യം. ഇത് സ്റ്റേജിൽ ഓഡിയൻസിൻ്റെ മുന്നിൽ പെർഫോം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് എഴുതുന്ന കവിതകളാണ് പെർഫോമൻസ് പോയട്രി. ഓക്കെ. ഡ്യൂറിങ് ദി 1980s ദ ടേം കെയിം ഇൻ ടു പോപ്പുലർ യൂസേജ് ടു ഡിസ്ക്രൈബ് പോയട്രി റിട്ടൺ ഓർ കമ്പോസ്ഡ് ഫോർ പെർഫോമൻസ് റാദർ ദാൻ പ്രിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ. പ്രിൻ്റ് ചെയ്തിട്ട് പുസ്തക രൂപത്തിൽ വിൽക്കുന്നതിന് പകരം ഇത് പെർഫോം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് എഴുതിയിരുന്ന കവിതകളാണ്. പ്രത്യേകിച്ച് പോപ്പുലർ ആയത് 1980s മനസ്സിലാക്കുക. ഇറ്റ്സ് എ റിവൈവൽ ഓഫ് ഓറൽ ട്രഡീഷൻ. പഴയ കാലത്ത് കവിതകൾ ഇങ്ങനെയായിരുന്നു. അതിൻ്റെ ഒരു റിവൈവലായിട്ട് നമുക്കിതിനെ കാണാം. അതിനെ വീണ്ടും കൊണ്ടുവരുന്നതായിട്ട്, ആ ഒരു കാലഘട്ടത്തെ വീണ്ടും കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം ഈ പെർഫോമൻസ് പോയട്രിയിലൂടെ. പഴയ കാലത്ത് കവിതകൾ എഴുതാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അറിയുന്നവർക്കറിയാം. അന്ന് കവിതകൾ ഓറൽ ട്രഡീഷനായിരുന്നു, വാമൊഴിയായിട്ടായിരുന്നു അത് അടുത്ത തലമുറകളിലേക്കൊക്കെ കൈമാറിയിരുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഫ്രീ വേഴ്സ്. എന്താണ് ഈ രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഫ്രീ വേഴ്സ് ടൈപ്പ് ഓഫ് പോയട്രി ഒന്നുമില്ല. ഇറ്റ്സ് എ പോയട്രി ദാറ്റ് ഈസ് ഫ്രീ ഓഫ് റെഗുലർ മീറ്റർ. ഓക്കെ. ഒരു റെഗുലർ മീറ്റർ, റൈമോ, റീതം. ഒരു റെഗുലറായിട്ട് ഒരു മീറ്ററും റൈമും റീതം ഒന്നും ഇല്ലാത്ത ഏത് കവിതക്കും നമ്മൾ ഫ്രീ വേഴ്സ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബ്ലാങ്ക് വേഴ്സ് എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ബ്ലാങ്ക് വേഴ്സ് ഇത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബ്ലാങ്ക് വേഴ്സും ഫ്രീ വേഴ്സും തമ്മിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ അതിനകത്ത് ഉണ്ടാവില്ല. റെഗുലറായിട്ട് എല്ലാവരും ഒരേ മീറ്ററിലൊക്കെ വരുന്നതായിട്ട് നമ്മൾ പല കവിതകളും കണ്ടിട്ടുണ്ട്. അത്തരം മീറ്റർ ഇതിനകത്ത് ഉണ്ടാവില്ല. റൈമും ഉണ്ടാവില്ല, ഒരേ റൈമൊന്നും ഉണ്ടാവില്ല. അതുപോലെ മറ്റുള്ള റിതമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ അയാമ്പോ, ട്രോക്കിയോ അങ്ങനെയുള്ള ഒരു റിതവും ഇതിനകത്ത് ഉണ്ടാവില്ല. ഇങ്ങനത്തെ കവിതകളാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഫ്രീ വേഴ്സ്. ആൻഡ് ബ്ലാങ്ക് വേഴ്സ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് സാധനമാണ്. ബ്ലാങ്ക് വേഴ്സിൽ റൈം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ സ്പെസിഫിക് മീറ്റർ ഉണ്ടാവും. സാധാരണ അയാമ്പിക് പെൻറ്റാമീറ്ററിൽ എഴുതുന്ന റൈമിംഗ് അല്ലാത്ത കവിതകളാണ് ഈ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയാം. ഓക്കെ. അത്തരം കവിത ആവണമെന്നില്ല, അത്തരം എഴുത്തുകൾ that we can say blank verse. And couplet എന്താണ്? ഇറ്റ്സ് എ റൈമിംഗ് പെയർ ഓഫ് സക്സസീവ് ലൈൻസ്. നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞു കപ്ലെറ്റ് എന്താണെന്നുള്ളത്. ഒരേ റൈമിൽ വരുന്ന രണ്ട് വരി, ഇതാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെയൊക്കെ സോണത്തിൻ്റെ അവസാനത്തെ രണ്ട് വരി നമുക്കറിയാം ഒരേ റൈമിൽ അവസാനിക്കും. ദാറ്റ്സ് എ കപ്ലെറ്റ്. അപ്പോൾ ഇങ്ങനെ കപ്ലെറ്റുകൾ കൊണ്ട് കവിതകൾ ഉണ്ട്. ഒരു കപ്ലെറ്റ്സ് മാത്രം വെച്ചിട്ട് കവിതകളുണ്ട്. കാരണം ഒരേ റൈം ഇപ്പോൾ എ വരും, അപ്പോൾ അതൊരു കപ്ലെറ്റായി. പിന്നെ വരിക ബി അങ്ങനെ ആയിരിക്കും. അങ്ങനെ വരുന്ന കവിതകളൊക്കെയാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സംഭവമുണ്ട്. എന്താണ്? റൈമിങ്ങും അയാമ്പിക് പെൻറ്റാമീറ്റർ വേഴ്സാണ്. അയാമ്പിക് പെൻറ്റാമീറ്ററൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത. അയാമ്പിക് പെൻറ്റാമീറ്ററിൽ റൈം ചെയ്തിട്ട് കപ്ലെറ്റായിട്ട് റൈം വരുന്ന കവിതകളെയാണ് ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറയാം. കപ്ലെറ്റാണ്, അതേസമയം തന്നെ അതിൻ്റെ മീറ്റർ അയാമ്പിക് പെൻറ്റാമീറ്റർ ആയിരിക്കും. ഇങ്ങനെ വരുന്നതിന് ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഓക്കെ. നിങ്ങൾ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.